സംസ്ഥാനത്ത് മദ്യത്തിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെടുത്തി വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. രാജ്യത്തും അങ്ങനെ തന്നെയാണ്. തമിഴ്നാട്ടിലൊക്കെ ചാരായ നിരോധനം, കള്ള് നിരോധനം, പല പല കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കേരളത്തിൽ എ.കെ. ആൻ്റണിയുടെ കാലഘട്ടത്തിലാണ് ചാരായ നിരോധനം നടന്നത്. പിന്നെ അത് കള്ളും ബ്രാൻഡിയും മാത്രമേ ഇപ്പോൾ കിട്ടത്തുള്ളൂ. ഇതിനിടയിലാണ് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ടാക്സ് കുറയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡിമാൻഡ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ 2023 കമ്പനി ബക്കാഡിയ കമ്പനി വയ്ക്കുകയും അത് ഫയലിങ്ങനെ കിടന്നിങ്ങനെ അടിക്കുകയും അവസാനം ഫയലിൽ വി.ഡി. സതീശൻ ഗവൺമെൻറ് ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു. വീര്യം കുറഞ്ഞതിൻ്റെ മദ്യത്തിൻ്റെ ടാക്സ് കുറച്ചു. ഇതിൽ രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന്, മദ്യവർജനമാണ് നമ്മുടെ ടാർഗറ്റ്, മദ്യവർജനമാണ് വേണ്ടത് എന്ന് KPS ലളിതയെ കൊണ്ടും ഇന്നസെൻറ്റിനെ കൊണ്ടും വലിയ പരസ്യം കൊടുപ്പിച്ചതിന് ശേഷം 28 ബാറായിരുന്നത് 950 ബാറാക്കി മാറ്റി LDF. അതൊരു വിഷയമുണ്ട് ഇവിടെ. രണ്ട്, വീര്യം കൂടിയ മദ്യം സമൂഹം കുടിക്കണമോ, വീര്യം കുറഞ്ഞ മദ്യം കുടിക്കണമോ, മദ്യം ഒട്ടും കുടിക്കാതിരിക്കണമോ എന്നുള്ളത് സംബന്ധിച്ച് ചർച്ചയുണ്ട്. ഇവിടെ മദ്യം കുടിക്കുന്നവരല്ല പ്രതി, മദ്യം കൊടുക്കുന്നവരാണ് പ്രതി. മദ്യം കൊടുക്കാതിരുന്നപ്പോഴെന്ത് സംഭവിച്ചു? ചാരായം നിർത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ബാറുകൾ കുറവായിരുന്നു. ചാരായം നിർത്തിയപ്പോൾ ആളുകൾ കള്ളവാറ്റ് തുടങ്ങി. കുട്ടികളൊക്കെ സിഗരറ്റ് വലിയിലേക്ക് പോയി. മദ്യം, സിഗരറ്റ്, ലഹരി പദാർത്ഥങ്ങൾ, ഇതിലേതെങ്കിലും ഒന്നുമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്തൊരു സമൂഹമായി മലയാളി മാറിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കൂ, ലഹരി പദാർത്ഥങ്ങൾ വല്ലാതെ പിടിക്കുന്നുണ്ടല്ലോ, ആ പിള്ളേരൊക്കെ മദ്യത്തിലേക്ക് പോകും. എന്തെങ്കിലും ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ, തലയ്ക്ക് പിടിക്കുന്ന ഒരു സാധനം കിട്ടിയില്ലേ പറ്റാത്ത രീതിയിൽ മലയാളി പോവുകയാണ്. ഇവിടെ വളരെ ഗൗരവതരമായ ചില വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. ഒന്ന്. രണ്ടാമത്, വീര്യം കുറഞ്ഞ മദ്യവും നീര, കള്ളൊക്കെ കുടിക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. പണ്ടൊക്കെ നാടൻ കള്ളൊക്കെ ആളുകൾ കുടിക്കാറുണ്ട്. പനങ്കള്ളൊക്കെ കുടിക്കുന്ന തമിഴ്നാട്ടിൽ പോയ പനങ്കള്ളൊക്കെ വാങ്ങിച്ച് കുടിക്കാറുണ്ട്. നാടൻ കള്ള്, നീര, ഇതൊക്കെ ആളുകൾ വാങ്ങി കുടിക്കുന്ന ശീലമുണ്ട്. അതൊക്കെ പ്രൊമോട്ട് ചെയ്യണം. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പ്രതിസന്ധി, രാഷ്ട്രീയമായ ഒരു പ്രതിസന്ധി, UDF-നകത്ത് തന്നെ രണ്ട് അഭിപ്രായം വന്നിട്ടുണ്ട്. ലീഗിൻ്റെ അഭിപ്രായം വീര്യം കുറഞ്ഞതായാലും വീര്യം കൂടിയതായാലും മദ്യത്തിൻ്റെ ടാക്സ് കുറയ്ക്കുന്നത് മോശം സന്ദേശം സമൂഹത്തിൽ കൊടുക്കും. പ്രത്യേകിച്ച് ലീഗ് ഒരു മതസംഘടന കൂടെയാണ്. ലീഗ് ഒരു വശത്ത് രാഷ്ട്രീയ പാർട്ടിയാണ്, മറുവശത്ത് ഒരു മതവുമായി നല്ല ബന്ധമുള്ളവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് മതസംഘടനകൾ മദ്യത്തിനെതിരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ KCBC ഇതിനകത്ത് ശക്തമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആളുകൾ ഉപയോഗിക്കുമോ, എവിടെ ഉപയോഗിക്കും, അതല്ല വിഷയം. പക്ഷേ സംഘടനകൾ പലരും ഇതിനകത്ത് പിന്നെ മതസംഘടനകൾ മാത്രമല്ല, ഗാന്ധിയൻ സംഘടനകൾ, മദ്യവിരുദ്ധ സമിതികൾ, VM സുധീരനെ പോലുള്ള സീനിയർ നേതാക്കളൊക്കെ ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. ഇത് UDF-ൻ്റെ യോഗത്തിൽ ഒരു തീരുമാനമെടുക്കും എന്നാണ് V.D. സതീശൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇത് വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന പൊളിറ്റിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ലോട്ടറി, മദ്യം, ഇതാണ് ഗവൺമെൻറ്റിൻ്റെ വലിയ വരുമാനം. അതൊരു വലിയ പ്രശ്നമാണ് കേരളത്തിൽ. അതുകൊണ്ട് ലോട്ടറിയെ തൊട്ടാലും ഇവിടെ സാന്റിയാഗോ മാർട്ടിൻ്റെയൊക്കെ വിഷയങ്ങൾ വന്ന് വലിയ ബഹളത്തിലാണ് CPM വന്ന് പോയത്. ലോട്ടറി തൊട്ടാലും പ്രശ്നമാണ്, മദ്യത്തെ തൊടുമ്പോഴും പ്രശ്നമാണ്. മദ്യവർജനം എന്ന് നമുക്ക് പറയാമെന്നുള്ളതല്ലാതെ മഹാഭൂരിപക്ഷവും പുതിയ തലമുറയെല്ലാം മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും പോവുകയാണ്. അതെങ്ങനെ പിടിച്ചു നിർത്തുമെന്നുള്ളതിൻ്റെ വലിയ എക്സർസൈസ് ഗവൺമെൻറ്റിന് ആലോചിക്കേണ്ടി വരും. അത് കേവലം പരസ്യം കൊണ്ടോ പറഞ്ഞത് കൊണ്ടോ, മദ്യവർജനമാണ് ഞങ്ങളുടെ നയമെന്ന് പറഞ്ഞതുകൊണ്ടോ, ബാറുകളുടെ എണ്ണം കൂട്ടിയത് കൊണ്ടോ, ബാറുകളുടെ എണ്ണം കുറച്ചത് കൊണ്ടോ മാത്രം ഒന്നും തീരുന്നൊരു വിഷയമല്ല. ടാക്സുമായി കൂട്ടിയത് കൊണ്ടോ കുറച്ചത് കൊണ്ടോ തീരുന്ന വിഷയമല്ല. അതൊരു വലിയ സാമൂഹ്യ വിഷയമാണ്, വലിയ സാമൂഹ്യ വിപത്താണ്. അമിതമായ മദ്യപാനവും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും അത് ചർച്ച ചെയ്യാനുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കട്ടെ. അതോടൊപ്പം ഇതിനെ സംബന്ധിച്ച് മദ്യത്തിൻ്റെ വില കുറച്ചതിനെ സംബന്ധിച്ച്, ടാക്സ് കുറച്ചതിനെ സംബന്ധിച്ചുള്ള ഉപഭോഗം കൂടില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഉപഭോഗം കൂടിയാൽ സർക്കാരിന് ടാക്സ് കൂടുതൽ കിട്ടില്ലേ എന്ന് വേറെ ചോദ്യം ചോദിക്കാം. അതിനെ പ്രൊമോട്ട് ചെയ്യുന്നവർക്ക് മന്ത്രിമാർക്കിടയിൽ തന്നെ രണ്ട് അഭിപ്രായമുണ്ട്. ചിലർ പറയുന്നു വീര്യം കുറഞ്ഞ മദ്യത്തിനല്ലേ ടാക്സ് കുറച്ചത്, അത് നല്ലതല്ലേ, വീര്യം കൂടിയതല്ലല്ലോ, അത് അത്ര ഹാംഫുൾ അല്ലല്ലോ എന്ന് പറയുന്നു. എന്നാൽ മറ്റൊരു വാദമുണ്ടത് വീര്യം കുറഞ്ഞാലും വീര്യം കൂടിയതായാലും മദ്യം തന്നെയാണ്, ലിക്വർ ഈസ് ലിക്വർ, അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊരു വാദം. എന്തായാലും ലീഗ് ഇതിനകത്ത് മദ്യനിരോധനത്തിനും മദ്യത്തിനെതിരായിട്ട് നിൽക്കുന്നൊരു സംഘടനയാണ്. അവർ കൃത്യമായി, അതുപോലെ KCBC, ക്രിസ്ത്യൻ സംഘടനകൾ, പിന്നെ അങ്ങനെ മതസംഘടനകളെല്ലാം ഇതിനെതിരാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ കേരള കോൺഗ്രസ് ഒക്കെ ഇതിനകത്ത് എതിരാണ്. അതുകൊണ്ട് UDF-ൻ്റെ യോഗത്തിൽ എന്ത് തീരുമാനം വരുമെന്നറിയില്ല. പക്ഷെ ഒരു കാര്യം ഇന്നലെ V.D. സതീശൻ അസംബ്ലിയിൽ പറഞ്ഞു, KPCC-യിലും ചർച്ച ചെയ്യും, UDF-ലും ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്തിട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട, വേണമെന്ന് പറഞ്ഞാൽ വേണം. അല്ലാതെ എനിക്കായിട്ട് യാതൊരു പരിപാടിയില്ല.
ഇതിൽ ഞാൻ കാശ് വാങ്ങിക്കാൻ നടക്കുന്ന ആളുമല്ല എന്ന് വളരെ കൃത്യമായി അസന്നിഗ്ധമായി അസംബ്ലിയിൽ വി ഡി സതീശൻ പ്രസ്താവിച്ചിട്ടുമുണ്ട്.